ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൻ്റെ അർത്ഥ വിചാരം രണ്ടാമത്തെ അധ്യായത്തിലത്തെ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്നാമത്തെ അധ്യായം ഒന്ന് പാരായണം ചെയ്യണമെന്ന് ചിലർ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് പാരായണം ചെയ്തിട്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. അധ്യായം ഒന്നാമത്തെയാണ് ആദ്യത്തെ. ശ്രീകൃഷ്ണായ നമോ നമ. ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോച്ചിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താവത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിംവാ പരൈരീശ്വര സദ്യോ കൃത്തവരുത്തതേത്ര കൃതിഭി ശുശ്രൂഷുഭിത്തക്ഷണാൻ നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാതമൃതത്തവ സംയുതം പിബത ഭാഗവതം രസമാലയം നുകുരഘോരസിയാ ഭുവി ഭാവുകാ. നൈമിഷേന്മിഷക്ഷേത്രേ ഋഷയശ്ച ഉനഗാതയ സത്രം സ്വർഗായ ലോകായ സഹസ്രതമമാസതാ തയേകദാ തുമുനയ പ്രാദുർഹുദഹുദാഗ്നയാ തക്കഥം സൗതമാസീനം പപ്രച്ചുരിതമാദരാത്. ഋഷയപൂജോ തയാ ഖലു പുരാണാനി സേദികാസാനി ചാനഘ ആഖ്യാതാന്യപ്യതീതാനി ധർമ്മശാസ്ത്രാണി യാന്യുദാ യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയസൂദാ പരാവരവിദോ വിദോ വേത്തത്വം സൗമ്യ തത്സർവം തത്വദത്തദനുഗ്രഹാത് ഭൂയസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുദാ തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യദ്വിനിശ്ചിതം തുംസാ ഏകാന്തദശ്രയത്തന്ന സന്ധിതമർഹസി പ്രായേണൽപായുഷത്തവ്യക്കലാവസ്മിൻയുഗേ ജനാ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാശുഭദ്രുതാ ഭൂരീണി ഭൂരികർമാണി ശോധവ്യാനി വിഭാഗശാം അതസാദോത്ര യത്സാരം സമുദ്രിത്യ മനീഷയാ ഭൂകിനശ്രദ്ധദാനാനാം ഏനാത്മാ സംപ്രസീദതീഷൂതജാനാതി ഭദ്രം ദേ ഭഗവാൻ തത്വദം വദി ദേവക്യാം വസുദേവസ്യാജാതോ യസ്യ ജിഗീഷയാ തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച ആപന്നത്വം സ്ഥിതിങ്കോരാം എന്നാമവിവശോ ഗൃണൻ തതസപ്യോ വിമുച്ഛേദ വിഭേദിതയം ഭയം യത്പാദസംശയാ സൂതാ മുനയ പ്രശമായന സദ്യ പുനന്തുവത്പുട്ടാതുന്യാപോനു സേവയാ കോപാ ഭഗവതത്തസ്യ പുണ്യശ്ലോകേട്യകർമ്മണാ ശുദ്ധികാമോനു ശുണിയാത് യശക്കലിമലാപകം തസ്യ കർമ്മണ്ണുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിനശ്രദ്ധദാനാന്നീലയാ ദദക്കലാം അതാഖ്യാഹ്യരേർദീമന്നവതാരകഥാ ശുഭാ ലീലാ വിദതസ്വൈരമീശ്വരസ്യാത്മമായ വയന്തു ന വിതൃപ്യാമ ഉത്തമശ്ലോകവിക്രമേ ചുണ്ണദണ്ഡസജ്ഞാനാം സ്വാദു സ്വാദുപദേ പദേ കൃതവാൻ കില വീര്യാണി സകരാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢക്കപടമാനുഷാ കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാഹരേ ത്വന്നസന്ദർശിതോ ധാത്രാദുത്തരം നിത്യകീർത്തിദീർഷതാം കലിം സത്വകരം പുംസാം കർണധാരൈവാർണവം ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മപത്മനി സ്വാം കാഷ്ടാമദനോപേദേ ധർമ്മക്കം ശരണംഗത. ഓം ശ്രീകൃഷ്ണായ നമോ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷയോപാഖ്യാനേ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്കാരം. രണ്ടാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം മറ്റാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൽ ധർമ്മസ്യ ക്യാപവർഗസ്യ നാർത്ഥോർത്ഥായോപകൽപ്പതേ
നാർത്ഥസ്യ ധർമ്മ ഏകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത. അപവർഗ്യം അപവർഗവും തമ്മിലുള്ള വ്യത്യാസം. അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം, അപവർഗ്യം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിനെ സംബന്ധിക്കുന്നത് എന്നാണ്. രണ്ടും കൂടി വ്യത്യാസമുണ്ട് ഇല്ലേ? ഒരു വസ്തു എന്ന് പറയുന്നതും ആ വസ്തുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. മോക്ഷമല്ല അപവർഗ്യം, മോക്ഷത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പൂജയാവാം, ഉപാസനയാവാം, കഥാശ്രവണമാവാം, നാമസങ്കീർത്തനാവാം, അതൊക്കെയാണ് എന്ത്? അപവർഗ്യം. പക്ഷേ അപവർഗമോ? ഇതൊന്നുമല്ല. എല്ലാറ്റിൽ നിന്നും മുക്തമായ അവസ്ഥയാണ് അപവർഗം. ഗ്യം എന്ന് ചേർക്കുമ്പോൾ അതിലേക്കുള്ള സാധനകളും, ഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യവും ആണ്. അപവർഗം ലക്ഷ്യം, അപവർഗ്യം മാർഗം, ചുരുക്കം പറയാച്ച. അപ്പോൾ ഇവിടെ പറയണത് എന്താ വെച്ചാൽ, നാർത്ഥസ്യ ധർമ്മ ഏകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത. ഈ അപവർഗ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കടന്ന് തിരിയുമ്പോൾ അപവർഗം ചിലപ്പോൾ എത്തിക്കൊള്ളണമെന്നില്ല. നമുക്ക് വലിയൊരു അബദ്ധം പറ്റിയത് അവിടെയാണ് എന്നാണ് ചിലരുടെ അഭിപ്രായം. മാർഗത്തിൽ കടന്ന് തിരിയുക, അപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തണില്ല. പലപ്പോഴും മാർഗമല്ലല്ലോ വേണ്ടത്, ലക്ഷ്യമാണ് വേണ്ടത്. എങ്ങനെയായാലും ലക്ഷ്യത്തിലെത്തൽ തന്നെയാണ് പ്രാധാന്യം. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്ഥിരമായിട്ടും വളരെ കഠിനമായിട്ടും അധ്വാനിച്ചു ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ന് വയ്ക്കാം, നമുക്ക് വേണ്ടിയൊന്നുമല്ല, സ്വാർത്ഥം വിട്ടിട്ട് പരിശ്രമിച്ചു, രാവും പകലും അനവധി പരിശ്രമിച്ചിട്ട് ആ കാര്യം നടന്നില്ല എന്ന് കൂട്ടുക. ലക്ഷ്യത്തിലെത്തിയിട്ടില്ലെങ്കിൽ ഈ പരിശ്രമമൊക്കെ വിഫലല്ലേ? ആരും നമ്മളെ ആ പരിശ്രമത്തിന് ബഹുമാനിക്കുന്നില്ല. നേരെ മറിച്ച് ലക്ഷ്യത്തിലെത്തി അത്രയൊന്നും പരിശ്രമിച്ചില്ലെങ്കിലോ ആ ലക്ഷ്യത്തിലെത്തിയവരെയാണ് അഭിനന്ദിക്കുക. ശരിയല്ലേ? അപ്പം പരിശ്രമം എന്ന് പറയുന്നത് മാത്രമായിട്ട് കാര്യമില്ല എന്നർത്ഥം. വിശ്രമം വേണ്ട എന്നല്ല, ലക്ഷ്യത്തിലെത്തണം. മാർഗത്തിനോ പരിശ്രമത്തിനോ അല്ല പ്രാധാന്യം, ലക്ഷ്യത്തിന് തന്നെയാണ്. ലക്ഷ്യമെത്താണ്ട് നമ്മൾ എന്ത് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ഈ ധർമ്മസ്യ ഏകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത. തീർത്ഥയാത്ര, തീർത്ഥാടനം, പല ദിക്കിലേക്കുള്ള പോക്ക്, അനുഷ്ഠാനം, ക്ഷേത്ര ദർശനം, ഇതെല്ലാം മാർഗങ്ങളാണ്. ഇതെല്ലാം മാർഗങ്ങളാണ്, ഒന്നും ലക്ഷ്യമല്ല. അത് പലപ്പോഴും മനസ്സിലാക്കണില്ല. അവിടേക്ക് നമ്മൾ എത്താനുള്ള ഒരു മാർഗമേ ഉള്ളൂ, അത് തന്നെ വേണം എന്നില്ല. ഒരാളല്ലാതെ ലക്ഷ്യത്തിലേക്ക് എത്തിയാലോ അയാൾക്ക് എന്താണ് ഒരു കുറവ്? ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും അയാൾ ചെയ്തിട്ടില്ല കേട്ടോ, സൗകര്യം കിട്ടിയിട്ടും മഹാമടിയനാണ്, വിശ്വാസമില്ലാത്തവനാണ് എന്നൊന്നും പറയണ്ട. ചിലപ്പോൾ അയാൾ ലക്ഷ്യത്തിലെത്തിക്കാണും. ഇതാണ് ഇവിടെ നാർത്ഥസ്യ ധർമ്മ ഏകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത എന്ന് പറഞ്ഞതിൻ്റെ നമ്മുടെ വാക്കിൽ പറയാനുള്ള അർത്ഥം. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ കുറേ അപവർഗസ്യ കുറേ അനുഷ്ഠിച്ചു, ധർത്തത്തിൻ്റെ ലാഭത്തിനായി കൊണ്ട് നമ്മൾ അനുഷ്ഠിച്ചു. ആ വിഷയം ലാഭം ഒരിക്കലും ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ലക്ഷ്യം ആയിട്ടോ ലോകകാര്യങ്ങൾ നേടുക എന്നത് സ്മരിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞതിനെ പലരും തെറ്റി വ്യാഖ്യാനിക്കും. എന്താ അത്? ധർമ്മം ധാരാളം അനുഷ്ഠിക്കണം, പണം ധാരാളം നേടണം, കാമം ഇഷ്ടങ്ങളൊക്കെ എന്നിട്ട് സാധിക്കണം, എന്നിട്ട് മോക്ഷത്തിലേക്ക് എത്തണം. ഈ ഇഷ്ടങ്ങൾ മുഴുവൻ സാധിക്കുക എന്ന് പറയണത് നടക്കുമല്ലോ? എത്രയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ? ആ വ്യാഖ്യാനം ശരിയല്ല എന്നാണ് അറിവുള്ളവർ പറയണത്. മഹാഭാരതം വരേക്ക് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിനുശേഷം അതൊന്ന് മാറ്റി വ്യാസൻ തന്നെ
ധാരാളം ധർമ്മം അനുഷ്ഠിച്ച് ധാരാളം പണം നേടി ഇഷ്ടമുള്ളതൊക്കെ നേടി മോക്ഷത്തിലേക്ക് എത്തുക. ഈ മോക്ഷത്തിലേക്ക് എത്തുമ്പോൾ ഇടയ്ക്ക് ഇയാൾ തട്ടിപ്പോയി എന്ന് തന്നെ വരും. കാര്യങ്ങൾ നേടിയിട്ടേ, കാര്യങ്ങൾ നേടി 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 തട്ടിപ്പോയാൽ മോക്ഷത്തിലേക്ക് എത്തുമോ? അത് തന്നെ അവിടെ അപ്രസക്തം അസംഗതമാണ്. ഈ കാമങ്ങൾ നേടണ വരെ നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയില്ല. അപ്പോൾ ജീവിച്ചിരുന്നാൽ മാത്രം മോക്ഷം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ മോക്ഷം വേണ്ടാന്നല്ലേ അർത്ഥം വരിക. അതുകൊണ്ട് ഇതല്ല ഇതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞാൽ അർത്ഥോ ധർമ്മമായ കാമോ മോക്ഷായ എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഏറ്റവും വലിയ അർത്ഥം എന്താ അറിയോ? ഈ ശരീരമാണ്. മനുഷ്യ ശരീരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേറൊന്നും നേടേണ്ടതൊന്നുമില്ല. അതുകൊണ്ട് മോക്ഷം മാത്രമേ നേടാവുള്ളൂ. അല്ലാതെ പ്രപഞ്ചത്തിലത്തെ വസ്തുക്കളെ നേടാനല്ല ശ്രമിക്കേണ്ടത്. അത് നേടിയാലും നിലനിൽക്കണതുമല്ല, അതിന് അവസാനവുമില്ല. അതുകൊണ്ട് എന്തിന് വേണ്ടിയിട്ടാണ് ധർമ്മം അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അർത്ഥായ എന്നാണ്. ധർമ്മമാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നത് അർത്ഥം നേടാൻ എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. കാമോ മോക്ഷായ, കാമം എന്തിനു വേണ്ടിയിട്ടാവണം? മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കേണ്ടത്. അല്ലാണ്ട് ഇത് ഓരോന്ന് കൂട്ടിയിട്ട് അതിലേക്ക് ബന്ധിച്ച് ചങ്ങല തളയ്ക്കാനല്ല ആഗ്രഹിക്കേണ്ടത്. ആരെങ്കിലും കെട്ടിയിടപ്പെടാൻ ഇഷ്ടപ്പെടുമോ? എല്ലാവരും മുക്തന്മാരാവാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഓരോ വസ്തുക്കളും നമ്മൾ കൂട്ടുമ്പോൾ അത് കെട്ടാണ്, ഓരോ ബന്ധങ്ങൾ നമ്മൾ കൂട്ടുമ്പോൾ അത് കെട്ടാണ് എന്ന് ഓർക്കുക. കാമോ മോക്ഷായ, കെട്ടാൻ വേണ്ടിയിട്ടല്ല മോഹിക്കേണ്ടത്, കെട്ടുന്ന അഴിക്കാനാണ് മോഹം വേണ്ടത്. അതാണ് കാമോ മോക്ഷവും. ഈ അർത്ഥവും കാമോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അർത്ഥം അർത്ഥോ കാമായ എന്നല്ല, കാമോ അർത്ഥായ എന്നാണ്. ആഗ്രഹിക്കേണ്ടത് അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് വേണ്ടിയല്ല. അവിടെ അർത്ഥം ശരീരം എന്നെടുക്കാം. ശരീരം ആദ്യം ഗലു ധർമ്മസാധനം എന്നുള്ളതിൻ്റെ വ്യാഖ്യാനവും അങ്ങനെയാണ്. നമുക്ക് ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ അർത്ഥമേ വേണ്ടൂ, ഒരൊറ്റ അർത്ഥം, അത് ശരീരമാണ്. അതുണ്ടോ ധർമ്മം അനുഷ്ഠിക്കാം. വീടോ ബംഗ്ലാവോ മറ്റ് സൗകര്യങ്ങളോ വാഹനമോ ഇല്ലാതെ, ആന കുതിരാദികളില്ലാതെ ഒരു കൗപീനം മാത്രം എടുത്ത് ആ ശരീരം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള നേടിയിട്ടില്ലേ ഇവിടെയുള്ളവർ? അപ്പം എന്താണ് അർത്ഥം? ആനയല്ല, കുതിരയല്ല, കാറല്ല, ബംഗ്ലാവല്ല, ധനമല്ല അർത്ഥം. ഈ ശരീരമാണ് അർത്ഥം. ആ ശരീരമാകുന്ന അർത്ഥം കൊണ്ട് നമ്മൾ നേടണം, ധർമ്മം അനുഷ്ഠിക്കണം. എന്ത് ധർമ്മം? മോക്ഷത്തിനുള്ള ധർമ്മം അനുഷ്ഠിക്കണം. ശരീരമാകുന്ന അർത്ഥം കൊണ്ട് മോക്ഷത്തിനുള്ള അതിന് ധർമ്മം അനുഷ്ഠിച്ചാൽ ആ ആഗ്രഹം നമുക്ക് നേടും എന്നുള്ളതാണ്. ധർമ്മോ അർത്ഥായ കാമോ മോക്ഷായ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈശ്വരഭക്തി ഇല്ലാതെ കുറേ കാര്യങ്ങൾ നേടി എന്നുള്ളത് കൊണ്ട് ഒരു കാര്യമില്ല. ധർമ്മസ്യ അപവർഗ്യസ്യ, അപവർഗ്യത്തിൽ കടന്ന് തിരിയരുത്, അപവർഗത്തിലെത്തണം. അതുകൊണ്ട് വസ്തുക്കൾ ധാരാളം നേടുന്നതിനല്ല ഒരു തരത്തിലുള്ള ഉപാസനയോ അല്ലെങ്കിൽ ധർമ്മമാർഗാനുഷ്ഠാനമോ. അർത്ഥസ്യ ലാഭായ ന സ്മൃത എന്നാണ്. കാമോ ലാഭായ ഹി സ്മൃത. നാന്ന് വാചകത്തിൻ്റെ ശ്ലോകത്തിൻ്റെ ആദ്യം ന അർത്ഥസ്യ ധർമ്മേകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത. കാമോ ലാഭായ ന സ്മൃത എന്നർത്ഥം. നാന്ന് ഇവിടെ ഉള്ളത് അങ്ങോട്ട് കൊടുക്കണം. ലാഭം എന്ന് പറഞ്ഞാലോ പ്രപഞ്ച ലാഭങ്ങൾ, അതിനു വേണ്ടിയുള്ള ആഗ്രഹമല്ല വേണ്ടത്. കാമോ മോക്ഷായ, മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കൂ, അതിനു വേണ്ടി ധർമ്മം അനുഷ്ഠിക്കൂ. അതുകൊണ്ട് അടുത്ത ശ്ലോകം വദന്തി തത്തത്വവിദത്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഇവിടെ പറയണ തത്വവിദ, തത്വത്തെ അറിയുന്നവർ. അവിടെയൊക്കെ വായിക്കുമ്പോൾ ലേശമൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വായിക്കാൻ കിട്ടില്ല. തത്തത്വവിധം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ എങ്ങനെ വായിക്കുക തെറ്റാതെ? ആ പദം എങ്ങനെ പിരിക്കുക എന്ന് മനസ്സിലാക്കിയാൽ മതി. തത്ത്
എന്നൊരു വാക്ക് പ്ലസ് തത്വവിദ എന്നൊരു വാക്ക് പ്ലസ് തത്വവിദ തത്വം വദന്തി തത്വവിദ തത്വം എന്നൊരു വാക്ക്. ആ 3 വാക്കുണ്ടതിൽ തത്വവിദ തത്വം അങ്ങനെ പറഞ്ഞ് 2-3 പ്രാവശ്യം പറഞ്ഞ് പഠിക്കുക. തത്വവിദ തത്വം, തത്വവിദ തത്വം, തത്വവിദ തത്വം, അങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല. വദന്തി തത്വവിദ തത്വം യജ്ഞാനമദ്വയം, വദന്തി തത്വവിദ തത്വം, തത്വവിദ തത്വം 3 വാക്കാണ്. വദന്തി അത് വേറെ കേട്ടോ, അത് തത്വവിദ തത്വം. അതുകൊണ്ട് തത്വവിദ എന്ന് പറഞ്ഞാൽ എന്താണ്? തത്വത്തെ അറിയുന്നവർ. വിദ സംസ്കൃതത്തിലെ അറിവിനെ കാണിക്കുന്ന വാക്കാണ്. അപ്പം തത്വവിദ യഥാർത്ഥത്തിൽ അറിഞ്ഞവർ, കുറെ പഠിക്കലല്ല, വേണ്ടത് മനസ്സിലാക്കിയവരെയാണ് നമ്മൾ തത്വവിദന്മാർ എന്ന് പറയുക. ആ തത്വത്തെ അദ്വയം, രണ്ടെന്ന് ഇല്ലാത്തതായി പറയുന്നു. തത്വത്തെ അറിയുന്നവർ, യഥാർത്ഥ തത്വത്തെ അറിയുന്നവർ ആ തത്വത്തെ യഥാർത്ഥത്തിൽ അറിയേണ്ടതെന്തോ അതാണ് ആ തത്വം, ഈശ്വരൻ. എങ്ങനെ പറയുന്നു? അദ്വയം, 2 എന്ന് ഇല്ലാത്തത്. ദ്വയം എന്ന് പറഞ്ഞാൽ 2, അതിൻ്റെ വിപരീതമാണ് അദ്വയം, അദ്വൈതം. ആ തത്വത്തെ അദ്വൈതമായി പറയുന്നു. തത്വം, ആ തത്വത്തെ തത്വവിദന്മാർ അദ്വയം എന്ന് പറയുന്നു. 2 ഇല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒന്നാണ്, അത് തന്നെയാണ് പ്രപഞ്ചം, അതിൽ നിന്ന് വ്യത്യസ്തമല്ല പ്രപഞ്ചം, ഒക്കെ ഒന്നേ ഉള്ളൂ. അദ്വൈത സിദ്ധാന്തത്തെയാണ് ഭാഗവതം പ്രതിപാദിക്കുന്നത്. അദ്വൈത അല്ലാത്ത സിദ്ധാന്തം ഏതാ? ദ്വൈത സിദ്ധാന്തം. തത്വങ്ങൾ പറയുമ്പോൾ പലതായിട്ട് പറയും. 3 വിഭാഗം പ്രത്യേകം ഇവിടെ അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയും. ഒന്ന് അദ്വൈത സിദ്ധാന്തം. ശങ്കരാചാര്യർ പറഞ്ഞത് ഈശ്വരനും നമ്മളും ബ്രഹ്മവും ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരേ ഒരു തത്വമേ ഉള്ളൂ, രണ്ടാമതൊന്നും ഇടാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ അതിനെയാണ് ഭാഗവതം അംഗീകരിക്കുന്നത്. അപ്പോൾ ദ്വൈതം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വേറെ, നമ്മളൊക്കെ വേറെ, പ്രപഞ്ചം വേറെ. ഇപ്പോൾ കേട്ടൊക്കെ ശരിയാ തോന്നും, ശരി ഉത്തരം എഴുതുക. ഈശ്വരൻ വേറെ ഇല്ലേ, നമ്മൾ വേറെ, ഈശ്വരൻ എന്ന് വേറെ ആയാൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈശ്വരനെ ഭജിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ തന്നെ ഈശ്വരനാണെങ്കിൽ. അപ്പോൾ അതും ശരിയാണ് ഒരു തരത്തിൽ. നമ്മളൊക്കെ ഈശ്വരനല്ലാത്തതും ഈശ്വരനായിട്ട് നിൽക്കണു. അതിനെയാണ് ദ്വൈത സിദ്ധാന്തം എന്ന് പറയുക. ഈ ദ്വൈതം അല്ലാത്തതാണ് വിശിഷ്ടാദ്വൈതം. അവർ പറയണത് എന്താ വെച്ചാൽ ഒന്നാണ് എന്നാൽ ഒന്നല്ല എന്ന് തോന്നലുണ്ടാവണു എന്നാണ്. ഒന്ന് തന്നെയാണ് എന്നാൽ ഒന്നല്ലാത്തൊരു തോന്നലിനെ അവിടെ വഴി വെച്ചിട്ടുണ്ട് മായ കൊണ്ട്. അപ്പോൾ അവരാണ് മായയിൽ വിശ്വസിക്കുന്നവർ. ബാക്കി 2 കൂട്ടരും മായയിൽ വിശ്വസിക്കുന്നില്ല. അദ്വൈതക്കാർക്ക് മായയില്ല, ദ്വൈതക്കാർക്ക് മായയില്ല. കാരണം ഈശ്വരനല്ലാത്തത് സത്യം എന്ന് അവർ വിചാരിക്കണം. ഈശ്വരനും സത്യമാണ്, ഈശ്വരനല്ലാത്തതും സത്യമാണ്, 2 സത്യം നിലനിൽക്കണു ആണ് ദ്വൈതം എന്നാണ്. പ്രപഞ്ചം സത്യമാണ് അവരുടെ അഭിപ്രായത്തിൽ, ഈശ്വരനും സത്യമാണ്. അപ്പോൾ മായ ഇല്ല, മായ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. കേട്ടാൽ അതും ശരിയാണെന്ന് തോന്നും. ഇവിടെ പറയണു വിശിഷ്ടാദ്വൈതത്തിൽ മായ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചമാണ് എന്നും ഈശ്വരനല്ല എന്നും നമുക്ക് തോന്നുന്നത്. ചിലപ്പോൾ തോന്നുക അതും ശരിയാണെന്നല്ലേ. ഏതാപ്പോൾ ശരി? 3 ശരിയാണ്. അതിപ്പോൾ 3 വേർഷൻ എന്ന് മാത്രമേ ഉള്ളൂ. 3 ശരിയാണ്, അതാണ് അതിൻ്റെ ഉത്തരം. 3 തെറ്റാണ് എന്നൊന്നും പറഞ്ഞുകൂടാ. അതുകൊണ്ടാണല്ലോ 3 സിദ്ധാന്തം നിലനിന്നത്. അല്ലെങ്കിൽ 2 എടുത്തു പോവില്ലേ, ഒറ്റ സിദ്ധാന്തം നിലനിൽക്കില്ലേ. 3 ശരിയായതുകൊണ്ട് ഏതാണ് ശരിയെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അപ്പം 3 നിലനിന്നു. അങ്ങനെ അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം. പക്ഷേ ഭാഗവതം ഓരോരുത്തർക്ക് ഏതിനെ വേണമെച്ചാൽ പിന്താങ്ങാമല്ലോ. ഞാൻ വിശിഷ്ടാദ്വൈതക്കാരനാണോ, ആയിക്കോട്ടെ, നിങ്ങളായിക്കോളൂ. ഞാൻ ദ്വൈതക്കാരനാണോ, ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ ആയിക്കോളൂ. എന്തായാലും ഈശ്വര വിശ്വാസികളാണ് ഇവരൊക്കെ കേട്ടോ, ആരും വിശ്വാസികളല്ലാത്തവരല്ല. ഞാൻ അദ്വൈത സിദ്ധാന്തത്തിലാണ് വിശ്വസിക്കണം. നിങ്ങളങ്ങനെ ആയിക്കോളൂ. 3 ശരിയാണ്. അപ്പോൾ ഭാഗവതം ഏതിനെ സപ്പോർട്ട് ചെയ്യണം? അദ്വൈത സിദ്ധാന്തത്തെയാണ് സപ്പോർട്ട് ചെയ്യണത്. അതാണ് തത്വവിധത്തെ അറിയുന്നവർ തത്വത്തെ അദ്വയം, 2 അല്ലാത്തത്.
എന്ന് പറയുന്നു. യജ്ഞാനം ഏതൊരു അറിവ് വദന്തി പറയുന്നു. അറിവുള്ളവർ, രണ്ട് എന്ന ഭാവമില്ലാത്ത ആ തത്വത്തെ പറയുന്നു. അദ്വയമായിട്ടുള്ള ആ ജ്ഞാനം, അതാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ബ്രഹ്മത്തിന് എത്ര പേര് വേണമെങ്കിലും കൊടുക്കാം. സഹസ്രനാമത്തിൽ 1000 പേരുണ്ട് ഇല്ലേ? അപ്പം എത്ര പേര് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ 3 പേര് പറഞ്ഞു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അറിവുള്ളവർ ആ തത്വത്തെ രണ്ടെന്നില്ലാത്തതായ അറിവ് എന്ന് പറയുന്നു. യഥാർത്ഥ അറിവ് രണ്ടില്ല, അറിവ് ഒന്നേ ഉള്ളൂ. അതിനെ എന്തൊക്കെ പറയാം? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അറിവുള്ളവരാണ് ആരെ? തത്വവിദന്മാർ. അപ്പം തത്വവിദന്മാർ ആ ബ്രഹ്മത്തെ അദ്വൈതമായിട്ട് പറയുന്നു. അത് ഭാഗവതത്തിൻ്റെ അഭിപ്രായമാണ്. ദ്വൈത സിദ്ധാന്തമുണ്ട്, വിശിഷ്ടാദ്വൈത സിദ്ധാന്തവും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഭാഗവതം അദ്വൈത സിദ്ധാന്തത്തെയാണ് പിന്താങ്ങുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നർത്ഥം. അതുകൊണ്ട് രണ്ടാമത്തെ വാക്ക് തത്വവിധ തത്വം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. തത് പ്ലസ് തത്വവിധ പ്ലസ് തത്വം. തത് പ്ലസ് തത്വവിധ പ്ലസ് തത്വം കൂട്ടി വായിക്കുമ്പോൾ തത്വവിധ തത്വം. ശ്രദ്ധിച്ചില്ലെങ്കിൽ വായിക്കാൻ കിട്ടില്ല. കുറേ തെറ്റിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ശരിക്കും വായിക്കാൻ പഠിക്കണം. തിരുത്തി പഠിക്കണം. 4 പടിയുള്ള വായിച്ചെന്നെ പഠിക്കണം. തത് പ്ലസ് തത്വവിധ പ്ലസ് തത്വം തത്വവിധ തത്വം. തത്വവിധ തത്വം തത്വവിധ തത്വം. അങ്ങനെ പറഞ്ഞ് പഠിച്ചാലേ അത് കിട്ടും. ചില വാക്കുകൾ അങ്ങനെയാണ്. അപ്പം തത്വവിദന്മാർ ആ തത്വത്തെ എങ്ങനെ പറയുന്നു? അദ്വയമായിട്ടുള്ള ജ്ഞാനമായിട്ട് പറയുന്നു. രണ്ടെന്നില്ലാത്ത അറിവായിട്ട് ഈശ്വരനെ പറയും. അതിനെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ വദന്തി. തത്വവിധ തത്വം യജ്ഞാനമദ്വയം. തത്വവിധ തത്വം യജ്ഞാനമദ്വയം എന്ന് പറയുന്നു. അടുത്തത് തശ്രദ്ധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശുദ്ധഗൃഹീതയാ. ബ്രഹ്മത്തിനെയാണ് പറയണത് കേട്ടോ. ഇനി അതിനെ, എന്ന് പറഞ്ഞാൽ അതിനെ ശ്രദ്ധിക്കുന്നവരായ മുനിമാർ, ശ്രദ്ധാന മുനയ, അവർക്കൊരൊറ്റ കാര്യത്തിൽ സദാ ശ്രദ്ധയുള്ളൂ, ഈശ്വരനിൽ. മറ്റൊന്നും അവരുടെ പെർവ്യൂവിൽ ഇംഗ്ലീഷിൽ പറയാൻ വരുന്നില്ല, അവരുടെ വീക്ഷണകോണിൽ വരുന്നേ ഇല്ല. മുനിമാർ തശ്രദ്ധാന മുനയ, എപ്പോഴും അതിനെ ശ്രദ്ധിക്കുന്ന മുനിമാർ എവിടേക്ക് എത്തണു? അതിനെ ഗ്രഹിക്കണു. നമ്മൾ ഏതിനെ ശ്രദ്ധിക്കണം വെച്ചാൽ അതിലേക്ക് എത്തും. അത് മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നും. പച്ച മലയാളത്തിൽ ശൈലിയുണ്ട്. നമ്മൾ ഏതിനെ ചിന്തിക്കുന്നുവോ അതായിട്ട് മനസ്സ് മാറും. അപ്പോൾ ഈശ്വരനെ ചിന്തിച്ചാൽ ഈശ്വരനായിട്ട് മാറാം. ശ്രദ്ധാന മുനയ, ഈശ്വരനെ ശ്രദ്ധിക്കുന്ന മുനികൾ എന്ത് ചെയ്യുന്നു? അതിനെ ഗ്രഹിക്കപ്പെടുന്നു. ശ്രുതഗൃഹീതയാ, ഈശ്വരനെ ചിന്തിച്ച് ഈശ്വരനായി മാറുക, ഈശ്വരനെ ഗ്രഹിക്കുന്നതിൽ വിജയിക്കുന്നു. അവരുടെ ലക്ഷ്യത്തിൽ അവരെത്തും, ഉറപ്പാണ്. ശ്രുതിഗൃഹീതയാ, ശ്രുതഗൃഹീതയാ, ശ്രുതം കൊണ്ട് ഗ്രഹിക്കപ്പെട്ടവനും പരോക്ഷമായിട്ടുള്ള ആ ഒരു ജ്ഞാനം അതിൽ തന്നെ ശ്രദ്ധിക്കുന്നവർക്കുണ്ടാവും. വേദാന്തങ്ങൾ, അവിടെ ശ്രുതയ എന്ന് പറഞ്ഞാൽ വേദാംഗങ്ങളുമാണ്. ശ്രുത ഗൃഹീതയാ, ശ്രുതം കൊണ്ട് ഗ്രഹിക്കപ്പെട്ടതായും, പിന്നെയോ ജ്ഞാനവൈരാഗ്യയുക്തയ, പരോക്ഷമായ അറിവോടും വിഷയവൈരാഗ്യത്തോടും കൂടിയ ഭക്തി കൊണ്ട്. വെറും ഭക്തിയല്ല, ഭാഗവതം വെറും ഭക്തിയെ പറയണേ ഇല്ല. പിന്നെ എങ്ങനത്തെ ഭക്തിയെ പറയണോ? ജ്ഞാനവൈരാഗ്യയുക്തയാ ഭക്തി. പ്രത്യേകം നോട്ട് ചെയ്യണം. ഭക്തി എപ്പോഴും ഭക്തിയാവും എപ്പോഴറിയോ? പ്രപഞ്ചത്തോടുള്ള ആസക്തി കുറയുമ്പോൾ. ഭക്തി എന്നുള്ളതിനൊരു നിർവചനം തന്നെ ആചാര്യസ്വാമികൾ പറഞ്ഞ ഭജ്യതേ അനേന ഹൃദയഗ്രന്ഥി ഇതി ഭക്തി എന്നാണ്. എന്താണ് ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ? പ്രപഞ്ചബന്ധം. അതിനെ മുറിക്കുന്നതെന്തോ അത് ഭക്തി. ഇപ്പം നമ്മുടെ ഭക്തി മുഴുവൻ അതിനെ കൂട്ടിക്കെട്ടുക ചെയ്യണം. അത് വേണം, ഇത് വേണം, മറ്റത് വേണം,
എത്ര കാര്യസാധ്യ പുഷ്പാഞ്ജലി, ശത്രുനാശ പുഷ്പാഞ്ജലി, എന്തൊക്കെ പുഷ്പാഞ്ജലികളാണ് ആലോചിച്ച് നോക്കൂ. എത്ര മുട്ടാണ് അറക്കണ കാടാമ്പുഴയിൽ. കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല ദേവി. ചിലപ്പോൾ പുതിയ പുതിയ മുട്ടുകൾ വരും. വാഹനമുട്ട എന്നും പറയും. വാഹനത്തിൻ്റെ നമ്പർ അടക്കം ദേവിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരിക. നമ്മുടെ വാഹനം ഏതാന്ന് RTOന് അറിയില്ല, പക്ഷെ ദേവിക്ക് അറിയാം ഇല്ലേ. ഏതാ നമ്മുടെ വണ്ടിയിൽ നിന്ന് നമ്പർ പറഞ്ഞു കൊടുത്തിട്ടാ പലച്ച ദേവി അറിയണം. ആലോചിച്ച് നോക്കൂ. KL ഇത്ര മുട്ട ടീം. ഇത് ആവശ്യമുണ്ടോ വാസ്തവത്തിൽ? ഭാഗവത സിദ്ധാന്ത പ്രകാരം പേര് പറയുക, നാള് പറയുക, മുട്ട അറക്കുക, ഇതൊക്കെ തെറ്റാണെന്നാണ് പറയണത്. ആര് കേട്ടാലും വേണ്ടില്ല. എന്താ കാരണം വെച്ചാൽ സകാമമായിട്ട് നമ്മൾ അപ്രകാരത്തിലല്ല ഭക്തി വർദ്ധിക്കേണ്ടത്. എന്നാൽ കാടാമ്പുഴയിൽ നടത്തുന്നതായിട്ടുള്ള മുട്ടറക്കൽ നമ്മൾ നിഷേധിക്കുന്നില്ല. അവിടെ പോയിട്ട് എല്ലാ വിഷമങ്ങളും തീർത്ത് തരണേട്ട് ഒരൊറ്റ മുട്ട അറുത്താൽ പോരേന്നാണ് ചോദിക്കുന്നത്. ഒരു മുട്ട അറുത്താലും 100 മുട്ട അറുത്താലും ദേവിക്ക് ഒരുപോലെ ആവണ്ടേ? 101 നാളികേരം കൊണ്ട് മുട്ട അറുത്ത ആൾക്ക് അധികം കടാക്ഷം കൊടുക്കുക, ഒരു നാളികേരം മാത്രം മുട്ടിയവർക്ക് അതിൻ്റെ കടാക്ഷം കൊടുക്കുക. ഇങ്ങനെ ദേവി വല്ല കണക്കും വെച്ചിട്ടുണ്ടാവോ? അർത്ഥാലോചിച്ചാൽ, ശരിക്ക് ചിന്തിച്ചാൽ, ഒരു മുട്ട അറുത്തവനും ദേവിക്ക് കൊടുക്കുന്ന കടാക്ഷം ഒന്നാണ്. 101 മുട്ട അറുത്തിട്ടുള്ളത് കടാക്ഷം ഒന്ന് തന്നെയാണ്. ഇപ്പം ഈ 108 നാളികേരം ചാക്കിൽ ഏറ്റി ഇത് മുഴുവനെ മുട്ട അറക്കണ വരേക്കും പിന്നാപ്പുറത്തെ ആളുകളെ നിർത്തി ദ്രോഹിച്ചാൽ ശരിക്ക് ദൈവകടാക്ഷം ഉണ്ടാവാണ്ടിരിക്കുക ചെയ്യാമെന്നാണ് ഞങ്ങളൊക്കെ പറയാം. ഞാനല്ല കേട്ടോ, ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു വരുന്ന കാര്യം. നിങ്ങൾ ഒരു നാളികേരം ശരിക്കും മുട്ടു, അത് മതി. മുട്ടറക്കലിനെ നിഷേധിക്കില്ല. 100 എന്തിനാണ്? 100 അറുത്താലും 1000 അറുത്താലും വ്യത്യാസം വരാൻ പാടുമോ? തത്വം ആലോചിച്ചാൽ അവിടെയാ തെറ്റ്. ഇപ്പം ഇവിടെ എന്ത് നമ്മൾ ചെയ്യണു? ജ്ഞാനവൈരാഗ്യയുക്തിയല്ല ഭക്തി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അറിവുണ്ടാവണം, ഈശ്വരനെ അറിയണം, മായ ബാധിക്കരുത്. സർവേശ്വര, ഇനിയെങ്കിലും ഈ ഭൂമിയിൽ വന്ന് ജനിക്കരുതേ. എന്തൊക്കെ ഈ ഭൂമി നല്ലതാണെന്ന് പറഞ്ഞാലും ആത്മീയക്കാർക്ക് നന്നല്ല, സംശയമൊന്നുമില്ല ആ കാര്യത്തിന്. കാരണം മനോഹരമായിട്ടുള്ള തടാകങ്ങളും മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളും പൂവുകളും പക്ഷികളും സുഗന്ധങ്ങളും ഉള്ള ഇതേ ഭൂമിയിൽ ഒരു പ്രാവശ്യം കൂടി ജനിക്കാമായിരുന്നു എന്ന് പറയുന്നവരോടൊന്ന് പറയാനുണ്ട്. ആ പുഷ്പത്തിൽ പാറിക്കളിക്കുന്ന വണ്ടൊന്ന് കുത്തിയാൽ ഇതാവില്ലല്ലോ സ്ഥിതി. ആ ചേറിലുള്ള പാമ്പ് കടിച്ചാൽ ഇതാണോ സ്ഥിതി? 8 കാലി മേലിൽ കൂടെ ഓടി അതിന് നമ്മളെ ഉപദ്രവിച്ചാൽ ഇതാണോ സ്ഥിതി? തേള് ഈ ലോകത്തിലില്ലേ? എന്തിന്? സിംഹം, പുലി മുതലായിട്ടുള്ളതൊക്കെ മനസ്സിൽ വെച്ച് നടക്കണ ആൾക്കാരല്ലേ. നോക്കൂ, മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ട്. കാട്ടിലേക്ക് ഒന്നും പോണ്ട, തഞ്ചം കിട്ടി അവന് പണി കൊടുക്കണം എന്ന് വിചാരിക്കുന്നവർ ആ ലോകമാണോ നിങ്ങൾ സുന്ദരമാണെന്ന് പറയണത്? അതിന് ഭാഗവതം പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഏകാശത്തിൻ്റെ ഗാന്തുഗ്ധോകാം അസതീഞ്ച ഭാര്യാം. നീണ്ടു പോണതിൽ വിഷമിക്കരുത് കേട്ടോ. അതിൽ പറയുന്ന ഒരു ശ്ലോകത്തിൽ പശു, ഭാര്യ, പുത്രൻ, അസതീഞ്ച ഭാര്യ, പുത്രം പരാധീനം. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത പുത്രന്മാർ ഒക്കെ കുറേ കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആവുള്ളൂ. പിന്നെ ദേഹം പരാധീനം. ഈ ദേഹം അടക്കം നമ്മുടെ കയ്യിലല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബന്ധപ്പെട്ട് ചിലപ്പോൾ ടോയ്ലറ്റ് പോയിട്ടിരുന്നാൽ കാര്യം നടക്കില്ല, വണ്ടി അവിടെ വന്ന് നിൽക്കണുണ്ടാവും ഇല്ലേ. ഇപ്പം അങ്ങനെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പറയുക, ദേഹം നമ്മുടെ സ്വാധീനത്തിലാണോ? അയ്യോ 8:30 മണിയായി, ഈശ്വര അതൊന്ന് കഴിഞ്ഞിട്ട് വേണം അവിടെ എണീക്കാൻ. അത് പോകേണ്ട സമയത്തേ അത് പോവുള്ളൂ അല്ലേ. അപ്പോൾ ദേഹം പരാധീനം, നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ ദേഹം അടക്കം, നമ്മുടെ ദേഹം നമ്മുടെ ശരീരത്തിലെ കൈ വേദനിച്ചിട്ടും കാല് വേദനിച്ചിട്ടും ഇടയ്ക്ക് കൈ പൊന്തിക്കാൻ വയ്യാണ്ട് മുതുകടഞ്ഞ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ആലോചിച്ച് നോക്കൂ. ഏതിയൊക്കെ ഓടിച്ചാടി നടന്നിരുന്നതാ നമ്മൾ കുട്ടിക്കാലത്ത്. കൈ അനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, കൈ പൊന്തിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ദേഹം പരാധീനാണ്. എപ്പോഴാവുക പറയാൻ വയ്യ. ചിലപ്പോൾ ചിലരുടെ ഭാഗ്യം കൊണ്ട് കുറച്ച് കാലം ആയില്ല എന്ന് വരും, സുഖാവും. അടുത്ത നിമിഷം ഒന്ന് കുഴഞ്ഞ് വീണാൽ മതി കാര്യം മാറാൻ ഇല്ലേ. അപ്പോൾ ഒന്നും നമ്മുടെ കയ്യിലല്ല.
അതുകൊണ്ട് എന്താ വേണ്ടത്? ഭൂമിയിൽ വരാതിരിക്കുക. സംശയമൊന്നുമില്ല, ഉത്തരം വളരെ വ്യക്തം. ഇനിയെങ്കിലും ഈ ഭൂമിയിൽ വരാതിരിക്കണം. അതാണ് പ്രധാന കാമം. നമ്മുടെ ആഗ്രഹം എപ്പോൾ ചോദിച്ചാലും അത് പറയാറാണ്. എനിക്കൊരു ആഗ്രഹമില്ല, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇനി ഈ ഭൂമിയിൽ വരാൻ തോന്നരുത്, അല്ലെങ്കിൽ അതിനുള്ള സന്ദർഭം ഉണ്ടാവരുത്, ഉള്ള ആഗ്രഹം പോലും മനസ്സിലുണ്ടാവരുത്. ആ മോക്ഷം, ആ ഭക്തിയാണ് എന്ത്? ജ്ഞാനവൈരാഗ്യയുക്തയാ ഭക്തി. അല്ലാതെ ഇവിടേക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടി ലിസ്റ്റ് ഭഗവാന് കൊടുക്കലല്ല. അത് കടയിലേക്ക് കൊടുത്താൽ മതി, ഭഗവാന് കൊടുക്കണ്ട. ജ്ഞാനവൈരാഗ്യയുക്തയാ ഭക്തി പശ്യന്തി ആത്മനി ചാത്മാനം ഭക്തിയാ ശ്രുതിഗൃഹീതയാ. അവിടെ ഭക്തിയാ ജ്ഞാനവൈരാഗ്യയുക്തത്തോട് ചേർക്കുക. ജ്ഞാനവൈരാഗ്യയുക്തയാ ഭക്തിയാ, അങ്ങനത്തെ ഭക്തിയാവണം. ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയുള്ളതായിരിക്കുന്ന ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ആ ആത്മാവിനെ അറിയുന്നു, ആത്മാവിൽ തന്നെ കാണുന്നു. ആത്മാവ് എവിടെ കാണുക എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക? എവിടേക്കും പോകണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ആ തെറ്റ്, ഈ പോക്കൊക്കെ അതിൻ്റെ ഭാഗമാണ്. അവിടെ പോയാൽ കിട്ടുമോ, ഇവിടെ പോയാൽ കിട്ടുമോ, ഈ പോയവരോടൊക്കെ ഒന്ന് ചോദിക്കൂ, എന്ത് കിട്ടി? ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ഒരു ബോധ്യമുള്ളവർക്ക് ഇരിക്കണോടത്ത് ഇരുന്നിട്ട് ആത്മാനുഭൂതി ഉണ്ടാക്കാം. ഇവർ ഈ ലോകം മുഴുവൻ ഓടിയിട്ട് എവിടേക്ക് എത്തണോ അത് ഇരുന്നോടത്ത് ഇരുന്നിട്ട് നേടണു. ജ്ഞാനവൈരാഗ്യയുക്തമായിട്ടുള്ള ഭക്തിയുള്ളവർക്ക് എവിടെയും പോകേണ്ട കാര്യം ഇല്ല. പശ്യന്ത്യാത്മനി ച ആത്മാനം, ആത്മാവിനെ കാണുന്നു. പശ്യന്തി കാണുന്നു. എന്തിനെ? ആത്മാനം. എവിടെ കാണുന്നു? ആത്മനി. ആത്മാനം, ആത്മാവിനെ, ആത്മനി, ആത്മാവിൽ. ആത്മാവിനെ ആത്മാവ് കൊണ്ടേ കാണാൻ പറ്റൂ അത്രേ. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളൊരു സംഗതി അനുഭവിക്കാൻ പറ്റുമോ? ഇന്ദ്രിയങ്ങളെ കൊണ്ടേ അല്ല ആത്മാനുഭൂതി എന്നാണ്. അതിന് നമുക്ക് വ്യക്തമായിട്ടൊരു ഉദാഹരണം പറയാം. ഉറക്കത്തിൽ സുഖം നമ്മൾ അനുഭവിക്കണു. അതിനെന്താ? നേരം വിളിച്ചവർ സുഖമായിട്ട് ഉറങ്ങി, ഉറക്കം സുഖമായിട്ടോ എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ സുഖം നമ്മൾ അനുഭവിച്ചത് കൈകൊണ്ടല്ല, കാലുകൊണ്ടല്ല, കണ്ണുകൊണ്ടല്ല, മൂക്കുകൊണ്ടല്ല, ഒന്നുകൊണ്ടുമല്ല അനുഭവിച്ചത്. പക്ഷേ സുഖം അനുഭവിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ടുമല്ല, കാരണം മനസ്സില്ല ഉറക്കത്തിൽ മനസ്സില്ല കേട്ടോ. ഇപ്പോൾ മനസ്സുകൊണ്ടുമല്ല അനുഭവിച്ചത്, ആത്മാവ് കൊണ്ടാണ് ഈ സുഖം അനുഭവിച്ചത്. ഇതേ സുഖം തന്നെയാണ് സമാധി കൊണ്ടും അനുഭവിക്കുന്നത്. ഉറക്കത്തിലെ സുഖവും സമാധിയിലത്തെ സുഖവും ചില ആൾക്കാർ ഒന്നായിട്ടാണ് പറയണത്. ചിലർ പറയാം ഒന്നല്ല, ഒന്ന് അജ്ഞാനത്തിലാണോ ഒന്ന് ജ്ഞാനത്തിലായുള്ള ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയും. അപ്പോഴും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആത്മാവിനെ ആത്മാവ് കൊണ്ട് അറിയുന്നു. ഏതുപോലെ ഉറക്കത്തിൽ ഒരാൾ ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ലാതെ സുഖം അനുഭവിക്കുന്നത് പോലെ അങ്ങനെ ഒരു സുഖാനുഭവം ഉണ്ട്. അതുകൊണ്ട് ആത്മാനം ആത്മനി പശ്യന്തി, ആത്മാവിനെ ആത്മാവിൽ കാണുന്നു. ജ്ഞാനവൈരാഗ്യയുക്തമായിട്ടുള്ള ഭക്തി കൊണ്ടേ അവിടേക്ക് എത്തുള്ളൂ. വെറും ഭക്തി കൊണ്ട് എത്തില്ല. ഭക്തിന് നമ്മൾ പറയുന്ന വിവക്ഷ കൊണ്ട് എത്തില്ല. അതല്ല ശരിക്കും ഭക്തി. ഇപ്പം തച്ഛദ്ദാന മുനയോ, ആ ആത്മാവിൽ തന്നെ ശ്രദ്ധിക്കുന്ന മുനികൾ ജ്ഞാനവൈരാഗ്യയുക്തമായിരിക്കുന്ന അണ്ടർലൈൻ ഭക്തി കൊണ്ട്, പ്രപഞ്ച വസ്തുക്കളോടുള്ള ആഗ്രഹം ത്യജിച്ച ഭക്തി കൊണ്ട്, അപ്പോഴേ ഭക്തിയാവുള്ളൂ. എന്ത് ചെയ്യുന്നു? ശുദ്ധഗൃഹീതയ, വേദാത്മതത്വങ്ങളെ ഗ്രഹിച്ച് ആത്മാനം ആത്മനി പശ്യന്തി, ആത്മാവിനെ ആത്മാവിൽ ആത്മാവ് കൊണ്ട് കാണുന്നു. അപ്പോൾ അദ്വൈത സിദ്ധാന്തത്തെയാണ് ഭാഗവതം പറയുന്നത്. ജ്ഞാനവൈരാഗ്യയുക്തമായിട്ടുള്ള ഭക്തിയുടെ പ്രത്യേകത വിവരിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയതാണ്, നിന്നും വിവരിച്ചു. 23-ാമത്തെ ശ്ലോകം വരെ ഈ ഭക്തിയെ പറ്റി പറയുകയാണ്. എന്നിട്ട് 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുള്ളൂ. ഭഗവാന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്? കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.